നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പേവിഷബാധയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിഥുൻ മുരളീകൃഷ്ണയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പൊതുജനാരോഗ്യത്തിലും എക്കാലത്തും ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ജന്തുജന്യ രോഗമാണ് പേവിഷബാധ. ലോകാരോഗ്യ സംഘടനയുടെ ചില കണക്കുകൾ, ചില സർവേകൾ, അതിൻ്റെ നിരീക്ഷണം ഇതൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഓരോ 10 മിനിറ്റിലും ലോകത്ത് ഒരാളുടെയെങ്കിലും ജീവനെടുക്കുന്ന അതിമാരകമായ രോഗമാണ് പേവിഷബാധ. അടിയന്തര ചികിത്സയിലൂടെയും കൃത്യമായ ഇടവേളകളിൽ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയും 100% ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ പേവിഷബാധ സംശയിക്കാവുന്ന മൃഗങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടും പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായി സ്വീകരിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയും ജാഗ്രതക്കുറവുമാണ് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നത്, അല്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഡോക്ടർ, നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ പേവിഷബാധയെക്കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ പേവിഷബാധയെക്കുറിച്ച് പൊതുവേ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ പേവിഷബാധയുടെ നമുക്ക് അറിയാവുന്ന ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊരു വ്യാകുലതയും അതിനെക്കുറിച്ചൊരു സംസാരവും ചർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞിനുണ്ടായ ഒരു ദാരുണമായ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പം നമ്മളുടെ ഇടയ്ക്ക് ഈ പേവിഷബാധയെക്കുറിച്ചുള്ള ചർച്ച ഉടലെടുത്തിരിക്കുന്നത്. പക്ഷേ പേവിഷബാധയുടെ പ്രധാനമായും നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് പേവിഷബാധ അതായത് റേബീസ് എന്ന അസുഖം വന്നാൽ അതിൽ നിന്ന് മരണം സുനിശ്ചിതമാണ്. ഏകദേശം 99.4% വന്ന് ഈ പേവിഷബാധ വന്നിട്ട് ഈ ലോകത്ത് അതിൽ റേബീസ് വന്ന് രക്ഷപ്പെട്ട ഒരു വിരൽ എണ്ണാവുന്ന അത്രയും ആൾക്കാരുള്ളൂ. 10 താഴെ ആൾക്കാർ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഒരു അസുഖം വന്നിട്ടുള്ള ചികിത്സയെക്കാട്ടിലും പ്രാധാന്യം റേബീസ് പ്രൊഫലാക്സിസ്, അതായത് റേബീസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആണ് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ ശ്രദ്ധയും കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ആരെങ്കിലും ഇതിനൊരു എക്സ്പോഷറോ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിന്റെയോ അതോ പേവിഷബാധ സംശയിക്കുന്ന ഒരു നായയുടെ കയ്യിൽ നിന്നൊരു കടിയോ അങ്ങനെ എന്തെങ്കിലും ഏറ്റിരുന്നാൽ നമ്മളൊരു ആ അസുഖത്തിലേക്ക് പോകുന്നതിൽ നിന്നും മുമ്പായിട്ട് തന്നെ അത് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് റേബീസ് പ്രൊഫലാക്സിസ് ആണ് നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ കേൾക്കുള്ളൂ. അല്ലാതെ ഒരു റേബീസ് വന്നാൽ എങ്ങനെ ചികിത്സിക്കുന്നു അതിനൊരു പ്രാധാന്യമില്ല. ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് പേവിഷബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പേവിഷബാധ പ്രൊഫലാക്സിസ്, അതായത് റേബീസ് പ്രൊഫലാക്സിസ് അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം വരുന്നത്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ള മെയിൻലി, നമുക്ക് ഒരു ആനിമലിന്റെ കയ്യിൽ നിന്ന് ഒരു കടിയോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആ സംഭവം മൂലമുണ്ടാവുന്ന ആ വൂണ്ടിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈ പ്രൊഫലാക്സിസ്, അതായത് മുൻകരുതലുകളുടെ എല്ലാം അടിസ്ഥാനം ഈ 3 ഗണത്തിൽപ്പെട്ട വൂണ്ടുകൾ ഉണ്ടാകുന്ന കാറ്റ് ബൈറ്റ് അല്ലെങ്കിൽ വൂണ്ട്സ്, അതിന്റെ ആ വേർതിരിവ് വെച്ചിട്ടാണ് ഈ മുൻകരുതലുകളുടെ എല്ലാം അടിസ്ഥാനം. അപ്പം ഒരു കാറ്റഗറി 1 എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല, ചർമ്മം ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതിനകത്ത് ഒരു മുറിവോ ഒരു കീറലോ വന്നിട്ടില്ല. ഒരു നായ നമ്മുടെ കയ്യിൽ നക്കുന്നു, പക്ഷെ ചർമ്മം ക്ലീൻ ആയിട്ടിരിക്കുക, അവിടെ ഒരു മുറിവോ അല്ലെ ഒരു വ്രണമോ ഒന്നുമില്ലായിരുന്നു, ക്ലിയർ ആയിട്ടുള്ള ആ ചർമ്മത്തിലാണ് നക്കിയത്. പിന്നീട് നമ്മൾ അറിയുന്നു ഈ നായ്ക്ക് നമ്മൾ പേവിഷബാധ സംശയിക്കുന്നു എന്നറിയുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ചർമ്മത്തിലാണ് നക്കിയത്, അതായത് ഒരു മുറിവോ ഒരു വ്രണമോ ഒന്നുമില്ലാത്തതായിരുന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കാനില്ല. പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചർമ്മം അത്രയും ഒരു മുറിവോ ഒന്നും ഇല്ലാത്തതായിരുന്നു എന്ന് ആ ബുദ്ധിമുട്ട് വന്ന ആള് ഉറപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു ഭയം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉറപ്പിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ പലപ്പോഴും രോഗികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഈ അവിടെ ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസോടെ ആൾക്കാർ പറയുന്നതിന് സാധ്യത കുറവാണ്. അപ്പോഴാണ് രണ്ടാമത്തെ കാറ്റഗറി വരുന്നത്, കാറ്റഗറി 2 വൂണ്ട്സ്. അതായത് ചർമ്മത്തിന് ചെറിയൊരു ബ്രീച്ച്, അതായത് സ്ക്രാച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ അബ്രേഷൻ പോലെ വന്നിട്ടുണ്ട്, പക്ഷെ രക്തം പൊടിഞ്ഞിട്ടില്ല.
അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യത്തിനകത്ത് രക്തം പൊടിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് കാറ്റഗറി 2. ആ കാറ്റഗറി 2ക്ക് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വാക്സിനേഷൻ വരും. അപ്പൊ ഈ കാറ്റഗറി 1 ആണ്, അതായത് ഈ പട്ടി നക്കുകയോ എന്തെങ്കിലും അല്ലെ നായ നക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ സോപ്പിട്ട് കഴുകണം. അപ്പൊ ഈ കഴുകുന്ന കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത്, ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു നല്ല സോപ്പ് അതിന്റെ ആവശ്യമുള്ളൂ, അല്ല വേറെ മാരകമായ സാധനങ്ങളൊന്നും നമ്മൾ ഇട്ടോളൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു സോപ്പ് ഇട്ട് നമ്മൾ ഒരു ഒരു 10-15 മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യണം എന്നുള്ളതാണ്. സോപ്പ് തേച്ച് കുറച്ചു നേരം വെച്ച് നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുക്കണം എന്നുള്ളത്. അതാണ് ഈ അതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കാര്യം ഈ വാഷിങ്ങിലാണ്. അവർ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യണം എന്നാണ് അതിന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യത്തെ കാറ്റഗറി ടൈപ്പ് ഇഞ്ചുറീസിന് വൂൺസിന് ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറിയാണ് നമ്മൾ ഈ കൈ കഴുകൽ, എല്ലാ പരിപാടിയും ആ കഴുകൽ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യണം. അതുകൂടാതെ വാക്സിനേഷനും നമ്മൾ എടുക്കണം. ഇനിയാണ് കാറ്റഗറി 3. ഇതാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഇഞ്ചുറി ആയിട്ടുള്ള, അതായത് നമ്മളെ ആ നായ കടിച്ചു, നമ്മുടെ ചർമ്മം പൊട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു മുറിവ് ഉണ്ടായിരുന്നിടത്ത് ഒരു നായ നക്കോ എന്തെങ്കിലും ചെയ്തു, ആ ഇതും കാറ്റഗറി 3 ആണ്. ആ കാറ്റഗറി 3 ആകുമ്പോൾ നമുക്ക് പേവിഷബാധ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതായത് ഈ നായ്ക്കോ അല്ലെങ്കിൽ ഈ ആനിമലിന് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പിന്നീട് അറിയുകയാണെങ്കിൽ, നമ്മൾക്ക് ഇങ്ങനൊരു എക്സ്പോഷർ, അതായത് കാറ്റഗറി 3 ഗണത്തിൽപ്പെട്ട ഒരു എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ചികിത്സ മുഴുവനായിട്ട് എടുക്കണം. അതായത് ഇതിന്റെ പ്രധാനമായ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആന്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് അങ്ങനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതാണ് ഈ കടി ഏറ്റ ഭാഗം, അല്ലെ ഈ നക്ക് ഏറ്റ ഭാഗം, അവിടെ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അത് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ, അതെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വാക്സിനേഷനും, പിന്നെ ആ ഭാഗം നല്ലപോലെ കഴുകി വൃത്തിയാക്കൽ, അതെല്ലാം നേരത്തെ ഉള്ളത്. അപ്പം ഈ 3 കാറ്റഗറീസിലാണ് നമ്മൾ ഒരു വൂണ്ടിനെ അല്ലെ ഒരു കടി ഏറ്റ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് അതനുസരിച്ചാണ് നമ്മൾ ഈ മുൻകരുതലുകൾ എല്ലാം എടുക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, നമ്മളിപ്പോൾ ഡോക്ടർ സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു തരംതിരിവിനെ പറ്റി പറഞ്ഞു. ഒപ്പം തന്നെ ഏതെല്ലാം തരത്തിലാണിത് ഉണ്ടാകാൻ സാധ്യത എന്ന് കൂടി ഡോക്ടർ സൂചിപ്പിച്ചു പോയി. നമുക്കറിയാം ഡോക്ടർ, നമ്മുടെ കേരളത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ അരുമ മൃഗങ്ങളെ വളർത്തുന്നവർ വളരെ കൂടുതലാണ് എണ്ണത്തിൽ. അപ്പോൾ അങ്ങനെ ഈ അരുമ മൃഗങ്ങളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു പക്ഷേ അരുമ മൃഗങ്ങളിൽ നിന്നും ഇങ്ങനെ പേവിഷ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? ഒപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും നമുക്ക് പേവിഷബാധ വരില്ല. പ്രധാനമായും അവർ പറയുന്ന വാം ബ്ലഡഡ് ആനിമൽസ് എന്നാണ്. അതിൽ നമ്മൾ മെയിൻലി ഓർക്കേണ്ടത് മാമൽസ് ആയിട്ടുള്ള ആനിമൽസ്. അത് അപ്പോൾ നമ്മളൊരു അരണ കടിച്ചാൽ പേവിഷബാധ വരില്ല, അതൊരു റെപ്റ്റൈൽ. അല്ലെങ്കിൽ ഒരു പാമ്പ് കടിച്ചാൽ പേവിഷബാധ വരില്ല, അതും റെപ്റ്റൈൽ. അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒരു വാം ബ്ലഡഡ് ആനിമൽസിനകത്ത് മാത്രമേ ഈ റേബീസ് വൈറസ് നിൽക്കുള്ളൂ. അതിൽ നിന്ന് മാത്രമേ അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് വാം ബ്ലഡഡ് ആനിമൽ ബൈറ്റ്സിന് മാത്രം നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ചോദിച്ച ആ ചോദ്യം വളരെ പ്രാധാന്യമുള്ളത്. കാരണം ഈ നമുക്ക് ആനിമൽ ഹാൻഡ്ലേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പെറ്റ് ആനിമൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അവരുടെയൊക്കെ സംശയം, എല്ലാ പ്രാവശ്യവും ഒരു പട്ടി മാന്തോ എന്തെങ്കിലും, അല്ലെ ഒരു നായ മാന്തോ പൂച്ച മാന്തോ അല്ലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് എടുക്കണോ എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ, അതായത് നമ്മൾ ചില ലബോറട്ടറി ടെക്നീഷ്യൻസ് അല്ലെ വൈൽഡ് ലൈഫ് കെയറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ ആനിമൽ ഹാൻഡ്ലേഴ്സ്, ഇങ്ങനത്തെ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സ്, അതായത് ഈ നായ നക്കുകയോ കടി ഏറ്റുകയോ ചെയ്യുന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഈ നമ്മൾ പറഞ്ഞ ഗണത്തിൽ കാറ്റഗറി ഓഫ് ആൾക്കാർ, അതായത് ആനിമൽ ഹാൻഡ്ലേഴ്സ്, ഈ ഇങ്ങനെയുള്ള കടിയും മറ്റും ഏൽക്കാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാർ, അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഈ കടിയൊക്കെ ഏൽക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പേവിഷബാധയിൽ നിന്നുമുള്ള ഒരു പ്രൊട്ടക്ഷൻ നേടാൻ സാധിക്കും. അതിനാണ് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റേബീസ് വാക്സിനേഷനകത്ത് 5 ഇഞ്ചക്ഷനാണ് നമുക്ക് കടിയേറ്റതിന് ശേഷമാണെങ്കിൽ എടുക്കേണ്ടത്. അതായത് 0, അത് കടിയേറ്റ ദിവസം ഒന്ന് എടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഒന്ന് എടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് ഒന്ന് എടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് ഒന്ന് എടുക്കണം, അത് കഴിഞ്ഞ് അവസാനം 21 28ാമത്തെ ദിവസമോ ഒന്ന് എടുക്കണം. അങ്ങനെ 5 ഇഞ്ചക്ഷനുകളാണ് നമ്മൾ കടിയേറ്റതിന് ശേഷം വാക്സിൻ എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടത്. അതും പഴയതുപോലെ ഈ പൊക്കിളിന് ചുറ്റും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ മോസ്റ്റ്ലി നമുക്ക് എടുക്കേണ്ടത് ഒന്ന് ഇൻട്രാഡേമലുണ്ട്. ഗവൺമെന്റ് സർവീസ്, നമുക്ക് ഗവൺമെന്റിൽ പൊതുവായി കിട്ടുന്ന ഇഞ്ചക്ഷനുകളെല്ലാം ഇൻട്രാഡേമലാണ്. അത്
പെട്ടെന്ന് എടുക്കാവുന്നതാണ്, വേദനയും മറ്റൊക്കെ കുറവാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അത് ഇമ്മ്യൂണിറ്റി തരുന്നതിൽ അതിന് ഇച്ചിരി അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നല്ല കറക്റ്റായിട്ട് ഇമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷൻ ഉണ്ട്. നമ്മുടെ ഡെൽറ്റോയിഡിൽ എടുക്കാം, ഈ കൈയുടെ ഈ ഭാഗത്ത് എടുക്കുന്ന ഇൻട്രാ മസിലിലേക്കുള്ള ഇഞ്ചക്ഷൻ, അത് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ. അതും 5 ഡോസുകളാണ് ഈ കടിയേറ്റതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ, അതായത് ആനിമൽ ഹാൻഡ്ലേഴ്സ്, ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സ് ആണ്. അതിൽ 3 ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അതായത് ആദ്യത്തെ ഒരു ഡോസ്, പിന്നെ 7ാമത്തെ ദിവസം അടുത്ത ഡോസ്, പിന്നെ 21ാമത്തെ ദിവസം അല്ലെങ്കിൽ 28ാമത്തെ ദിവസം അടുത്ത ഡോസ്, അങ്ങനെ 3 ഡോസ് എടുത്താൽ മതി. അവർ 7 ഡോസ് 5 ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വാക്സിൻ എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ റേബീസ് വൈറസിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പം ആ ഉദ്ദേശം നമ്മൾ നിറവേറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ബ്ലഡ് എടുത്ത് നമ്മുടെ ആന്റിബോഡി ടൈറ്റർ ഉണ്ട്, ആന്റി റേബീസ് ടൈറ്റർ എന്ന് പറഞ്ഞത്, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടൈറ്റർ, പണ്ട് കോവിഡ് ടൈറ്റർ ഒക്കെ ചെക്ക് ചെയ്യില്ല, അതേപോലെ തന്നെ ആന്റി റേബീസിന് നമുക്ക് ടൈറ്റർ ഉണ്ട്. ആ ടൈറ്റർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വാക്സിനേഷൻ സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്ന്. അപ്പം ഈ ആനിമൽ ഹാൻഡ്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ വാക്സിൻ എടുത്തതിന് ശേഷം 3 ഡോസും കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ ഈ ടൈറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ അവരൊരു 2 വർഷത്തേക്ക് 6 മാസം കൂടുമ്പോൾ ടൈറ്റർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം പിന്നെ നോക്കുക, ചെക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ, ഈ ആനിമൽ ഹാൻഡ്ലേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കടി ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മളൊരു വാക്സിനേഷൻ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഈ ഇപ്പം 3 ഡോസ് എടുക്കുന്ന പ്രീ എക്സ്പോഷർ ഇതാണ്, കടിയേക്കുന്നതിന് മുമ്പേ തന്നെ എടുക്കുന്ന രീതിയാണെങ്കിൽ നമ്മൾ 3 ഡോസ് എടുത്തു കഴിഞ്ഞു, നമ്മൾ ടൈറ്റർ ആഡിക്വേറ്റ് ആണെന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നമുക്കൊരു കടി ഏൽക്കുക എന്ന് വെച്ചു. ആ കടി ഏൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ് 3 മാസമേ ആയിട്ടുള്ളൂ, 3 മാസത്തിനകമാണ് ഈ കടി ഏൽക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സോപ്പിട്ട് കഴുകി, ഞാൻ നേരത്തെ പറഞ്ഞ 15 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ സോപ്പിട്ട് നല്ലപോലെ കഴുകുന്ന അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 3 മാസത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടിയിരുന്ന 5 ഡോസിന് പകരം ആദ്യത്തെ ദിവസത്തെ ഉള്ള ഡോസും 3ാമത്തെ ദിവസത്തെ ഡോസും മാത്രം എടുത്താൽ മതി. അതായത് 2 ഡോസ് വാക്സിൻ മാത്രം എടുത്താൽ മതി. അപ്പം ഇതിനകത്താണ് ഇനിയും വേറെ ഒരു പ്രധാനമായ കാര്യമുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വാക്സിനേഷനും മറ്റു പരിപാടികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, ആ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് തന്നെ എഴുതി മേടിക്കണം. നമ്മൾ ഓരോ വാക്സിനേഷൻ എന്നൊക്കെ എടുത്തു എന്നുള്ളത് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച്, വാക്സിനേഷൻ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് എഴുതി മേടിക്കണം. പൊതുവെ അങ്ങനെ ഒരു കാർഡ് വരും. നമ്മുടെ ഈ റേബീസ് വാക്സിന്റെ മരുന്നിന്റെ പാക്കറ്റിൽ തന്നെ ഇങ്ങനെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പൊ ആ കാർഡ് ഫില്ല് ചെയ്യിപ്പിച്ചെടുത്താൽ മതി. അത് ഫില്ല് ചെയ്യിപ്പിച്ചെടുത്തിട്ട് നിങ്ങളുടെ വാക്സിനേഷൻ കോഴ്സ് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് മൊബൈലിൽ വെക്കുക. പിന്നെ കാർഡ് പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പം അടുത്ത പ്രാവശ്യം ഒരു പട്ടി കടിക്കുകയോ എന്തെങ്കിലും സംഭവിച്ച് നമുക്കൊരു ടെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ ഉറപ്പായിട്ട് പോകും. ആ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാക്സിനേഷൻ എടുത്തു, അതിന്റെ കാർഡ് ഇതാന്ന് പറഞ്ഞ് അവരെ കാണിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് 3 മാസത്തിനകം എടുത്തതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സോപ്പിട്ട് നല്ലപോലെ കഴുകാൻ പോവുക. 3 മാസത്തിനപ്പുറമാണെങ്കിൽ നിങ്ങൾ വാക്സിനേഷന്റെ ആദ്യത്തെ ദിവസത്തെ ഡോസും 3ാമത്തെ ദിവസത്തെ ഡോസും എടുക്കണം. അതായത് 2 ഡോസ് മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ആനിമൽ ഹാൻഡ്ലേഴ്സ് ആണെങ്കിൽ അവർക്ക് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സ് ചെയ്യാം. അത് അവർ ചെയ്തിട്ടില്ല എങ്കിൽ അവർ ആർക്കും കടിയേക്കുന്ന പോലെയും കടിയേറ്റ് കഴിയുമ്പോൾ ചെയ്യേണ്ട ഈ 5 ഡോസിന്റെ വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കണം. ശരി ഡോക്ടർ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്ന് വിനുവാണ്. വിനു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഹലോ, പറഞ്ഞോട്ടെ. ഡോക്ടറെ, അതെ, ഇപ്പൊ നിലവില് അതായത് റാബിസ് വരാത്ത സംഭവം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ ഉറക്കെ സംസാരിക്കും. കോഴിക്ക്, അതായത് നമ്മുടെ കോഴികൾക്ക് മാത്രമാണ് റാബിസ് വരില്ല എന്നുള്ള സംഭവം പറയുന്നത്. ഏതാ, ആർക്കാ? കോഴികൾക്ക് ഡോക്ടർ, കോഴികൾക്ക് എന്നാണ് പ്രേക്ഷകൻ പറയുന്നത്. അല്ല, കോഴികൾക്ക് വരില്ല എന്നുള്ള സംഭവം പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർത്തണ മുയലിന് ഈ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഈ മുയലുണ്ടല്ലോ, മുയല് മുയല്
മുയലിന് ഈ സംഭവം വരാം, ഈ പേവിഷബാധ വരാം. അതെ അതെ അതെ. ഡോക്ടർ, അതായത് പ്രേക്ഷകൻ ചോദിച്ചത് മുയലിന് ഇത്തരത്തിൽ ഈ പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ടോ എന്നാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ അത് നമ്മൾ പലയിടത്തും ചോദിക്കുമ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ഈ പ്രേക്ഷകൻ ചോദിച്ച വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ മുയലിന് വരുമോ, എലിക്ക് വരുമോ, എലി കടിച്ചാൽ വരുമോ, അല്ലെങ്കിൽ ഇപ്പം എന്താ പാമ്പ് കടിച്ചാൽ വരുമോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ അതിനകത്ത് നമുക്ക് വിശ്വസനീയമായി എടുക്കാൻ പറ്റുന്ന ഒരു ആധികാരികമായ കാര്യമേ ഉള്ളൂ. അതായത് വാം ബ്ലഡഡ് ആനിമൽസ്, എസ്പെഷ്യലി മാമൽസിൽ ഈ റേബീസ് പകർച്ച ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മാമലാണ്. മുയലിന് പേവിഷബാധ, ഒരു മുയലിനെ വളർത്തുന്ന ആൾക്കൊരു കടിയേറ്റാൽ നമ്മൾ റേബീസ് പ്രൊഫിലാക്സ് ഉറപ്പായിട്ടും എടുക്കണം. അതിന്റെ അടിസ്ഥാനം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ പേവിഷബാധ വരില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാതിരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്, ഒരു സംശയം അതിലില്ല. അതുകൊണ്ട് അത് വരാൻ സാധ്യതയെന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം വന്നാൽ അതിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. മുയൽ മാമലാണ്. മുയൽ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രൊട്ടക്റ്റ് നമ്മൾ പറഞ്ഞ പ്രൊഫലാക്സിസ് കാര്യം ഉറപ്പായിട്ടും ചെയ്യണം. അതേപോലെ തന്നെയാണ് എലി കടിച്ചാൽ വരുമോ. അപ്പൊ അതിനകത്ത് നമ്മുടെ ലിറ്ററേച്ചറിൽ എഴുതുന്നതെന്ന് വെച്ചാൽ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള എലികൾ കടിച്ചാൽ എടുക്കണ്ട, അല്ലാതെ ഈ കാട്ടുപ്രദേശങ്ങളിലുള്ള എലി കടിച്ചാൽ എടുക്കണം. പക്ഷെ അതിനകത്തും ഈ എലി എവിടെയൊക്കെ പോകുന്നു നമുക്കറിയത്തില്ലല്ലോ. എലി ചിലപ്പം കാട്ടിൽ പോകും, എലി ചിലപ്പം, അല്ലെങ്കിൽ എലി വേറെ കാട്ടിൽ നിന്നുള്ള ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു എലിയായിട്ട്, എലിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, എലിയുടെ യാത്ര എവിടെ കൂടെ ആണെന്ന് നമുക്ക് ആധികാരികമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു എലി കടിച്ചാലും നമ്മൾ എടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. പ്രൊഫിലാക്സിസ് എടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ സംശയം വരുന്നെങ്കിൽ നമ്മൾ അതിനകത്ത് വാക്സിനേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഈ പ്രൊഫിലാക്സിസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ഇതിനു വേണ്ടി ചെയ്യാനുള്ള പരിപാടികളൊന്നുമില്ല. ഒരു മിനസോട്ട പ്രോട്ടോകോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കോമ ഇൻഡ്യൂസ് ചെയ്തിട്ട് കിടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളൂ. അതിനകത്ത് നിന്നൊക്കെ അതിജീവിച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിൽ പേവിഷബാധ ഏറ്റിട്ട് ജീവിച്ചവരുടെ എണ്ണം വിരലിലെണ്ണ, 10-ൽ താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. 7-8 ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഈ മനുഷ്യ ചരിത്രത്തിൽ, ഡോക്യുമെന്റഡ് ആയിട്ട് നമ്മുടെ ലിറ്ററേച്ചറിലുള്ള. അപ്പൊ പിന്നെ നമ്മൾ അതിനകത്ത് ഒരു സംശയത്തിനും വക കൊടുക്കാതെ തന്നെ, ഇതുപോലെ മുയൽ കടിച്ചാലോ എന്ത് മാമൽ കടിച്ചാലും നിങ്ങൾ വാക്സിനേഷനും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സിസ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതനുസരിച്ച് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നുള്ള അടിസ്ഥാനത്തിലുള്ള മുറിവുകളുടെ വേർതിരിവ് അനുസരിച്ച് നമ്മൾ എടുക്കേണ്ട ചികിത്സ കൃത്യമായി എടുക്കേണ്ടത് തന്നെ അത്യാവശ്യമാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സംശയത്തിന് പല ചോദ്യങ്ങളും പല വ്യാഖ്യാനങ്ങളും പലയിടത്തും വരാം. പക്ഷെ നമ്മളുടെ ആ ഒരു ശുഷ്കാന്തി, അല്ലെങ്കിൽ ഓവറായിട്ട് ആ ശ്രദ്ധ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ, ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് വരാതിരിക്കാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യണം എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. നമ്മൾ ഈ പേവിഷബാധയെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്, ഒരു ആള് നമ്മൾ പ്രാധാന്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കടിയോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരയോ, അല്ലെങ്കിൽ ഒരു ചെറിയ മാന്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് പേവിഷബാധ ഏറ്റ് മരിച്ചു കഴിയുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇതിന് ഒരു സ്ട്രെസ് കൊടുക്കുന്നത്. പേവിഷബാധ വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല. അതുകൊണ്ട് അത് വരാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലൊരു ഭയമുണ്ടോ, ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവരോട് സംസാരിക്കുക. ഈ പട്ടി കടിക്കോ എന്താണ് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് പറയും. അതനുസരിച്ച് അവരും സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ അപ്പം തന്നെ എടുക്കുക. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബത്തേരിയിൽ നിന്ന് ബഷീറാണ്. ബഷീർ, ഡോക്ടറോട് ചോദിച്ചു. ഹലോ ഡോക്ടർ, ഞാൻ ഈ ഇത് പൂച്ച മാന്തിയിട്ട് 5 ഇഞ്ചക്ഷൻ എടുത്തതാണ്. അപ്പൊ അത് ഇനി പിന്നീട് ആവശ്യം വരുമോ, ഇനിയും എടുക്കേണ്ടി വരുമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ആ 5 ഇഞ്ചക്ഷനും അതിന് മുമ്പുള്ള ആ ഇമ്മ്യൂണോഗ്ലോബ്, പൂച്ച മാന്തി ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇഞ്ചക്ഷനും എടുത്തിരുന്നു. മുറിയിലും വെച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ബത്തേരിയിൽ നിന്ന് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഒരു 6 മാസമായി. 6 മാസമായി. അപ്പം 6 മാസം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള ആ ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ള സ്ഥിരീകരണം അന്ന് നമുക്ക് ഇഞ്ചക്ഷൻ തന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന്
ഒരു പേപ്പറിൽ തന്നെ നമ്മൾ എഴുതി മേടിക്കണം. അതായത് അന്ന് തന്ന ഡോക്ടർ കയ്യൊപ്പോടുകൂടി ഏതൊക്കെ ദിവസങ്ങളിലാണ് അങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ ഉണ്ട്. അത് വാങ്ങിയ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഒരു പട്ടിയോ പൂച്ചയോ മാന്തോ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ ആദ്യം അത് കാണിക്കാം. ഇപ്പൊ നമ്മൾ 6 മാസം പറയുമ്പോൾ നമ്മൾ 3 മാസത്തിനടിയിലാണെങ്കിൽ 3 മാസത്തിനകത്താണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ മാത്രം മതി. ഒരു ഇഞ്ചക്ഷനോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 വാക്സിൻ മാത്രം എടുക്കണം. മറ്റേ ആ കടിച്ച ഭാഗത്തുള്ള ഇഞ്ചക്ഷൻ എടുക്കൽ പരിപാടി ഇനി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വാക്സിൻ മാത്രം എടുത്താൽ മതി. ആ വാക്സിൻ നമ്മൾ ആദ്യത്തെ കടിച്ച ദിവസം ഒന്ന് എടുക്കുക, 3 ദിവസം കഴിയുമ്പം അടുത്തത് എടുക്കുക. ആ 2 ഡോസ് എടുക്കേണ്ട. ഇനി അത് ലൈഫ് ലോങ് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് പക്ഷേ ഓരോ പ്രാവശ്യം ഇത് എടുക്കുമ്പോൾ അതിന്റെ ഇതെല്ലാം എടുത്തു എന്ന് ഉള്ളൊരു തെളിവ് നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കും. അപ്പൊ ഇനി എന്തായാലും എടുക്കണം, 2 എന്തായാലും എടുക്കണം, മാന്തേനും ചെയ്ത്. കാരണം വീട്ടിലുണ്ട്, പൂച്ചയുണ്ട്. അപ്പൊ അതിനോട് വലിയ കാര്യങ്ങളുമാണ്. അപ്പൊ അത് ഉള്ളതിനോട് സംശയം വെച്ചിട്ട് ഒന്ന് ചോദിച്ചു മാത്രമേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രതിരോധ ശക്തി ഈ വാക്സിൻ എടുത്തിട്ടുണ്ടാകുമ്പോൾ നമുക്ക് വരേണ്ടത് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ എന്നാലും നമുക്ക് ആജീവനാന്തം ഇത് പൊതുവെ അവർ പറയുന്നത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളൊരു മുൻകരുതലിന് വേണ്ടിയാണ് ഇത്. വീണ്ടും ഒരു കടിയോ എന്തെങ്കിലും ഏറ്റാലും അറ്റ്ലീസ്റ്റ് 2 ഡോസ് വാക്സിൻ എടുത്ത് നമ്മുടെ ശരീരത്തിൽ ഈ റേബീസ് വരാതിരിക്കാനുള്ള ആ ഇമ്മ്യൂണോഗ്ലോബിൻ ലെവല് വേണ്ടത്ര തന്നെ നിലനിർത്തും എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ 2 ഡോസെങ്കിലും നമ്മൾ പിന്നീട് എടുക്കുന്നത്. ശരി, പ്രേക്ഷകന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമയപരിധി കൊണ്ട് ഞാനിന്ന് ഇടപെടുകയാണ് ഡോക്ടർ. ഇന്നത്തെ ഹെലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഹെലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് പേവിഷബാധയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മിഥുൻ മുരളീകൃഷ്ണയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹെലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.